ഇവിടെ അടി കിട്ടിയതിന് ശേഷം കരിനീലിച്ച് ഈ ഒരു സൈഡ് മൊത്തം മറവച്ചിരിക്കുന്ന അവസ്ഥയാണ് നമുക്കിപ്പോഴും. ആ കാര്യം ഇല്ല, ഒരു തൊഴിലും ചെയ്യാൻ പറ്റത്തില്ല. ബലം കൊടുക്കുമ്പോഴത്തേക്ക് നരമ്പ് എന്ന പ്രശ്നമുണ്ട്. അതേ കണക്ക് തന്നെ അധികമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അധികമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ്, നരമ്പ് വേദനയാണ്. പല്ലിന് ആട്ടമുണ്ട്. അത് 17-ാം തീയതി കഴിഞ്ഞ് ഇത് ക്ലീൻ ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത്. 2 പല്ലിന് ആട്ടമുണ്ട്. അതിൻ്റെ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് സജിത്ത് എന്നാണ്. കൊല്ലം കുണ്ട്ര പെരുമ്പുഴയാണ് എൻ്റെ സ്ഥലമെന്ന് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ വർഷ അവസാനം ഈ വർഷ തുടക്കമായിട്ട് കർണാടകത്തിൽ ജോസ് എന്ന് പറയപ്പെടുന്ന എന്നാർപുര മെൻസൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെ സ്നേഹമതിലിൻ്റെ റെഡിമേഡ് കോമ്പൗണ്ടിൻ്റെ പണിക്കായിട്ട് പോയിരുന്നായിരുന്നു. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഒരു 3-4 മാസക്കാലം പണി ചെയ്യുകയും അത് കഴിഞ്ഞ് ഒരു പകുതിയിൽ നിർത്തി ഞാനിവിടെ നാട്ടിൽ വരികയും ചെയ്യുന്നുണ്ട്. തിരിച്ച് ഞാനവിടെ നിർത്തിയിരുന്ന എൻ്റെ ഒരു മേശിരി വിളിച്ച് ഞാൻ തിരിച്ച് മേശിരിയുടെ വാക്കിൻ്റെ പുറത്ത് അയാളെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവിടെ വീണ്ടും ജോലിക്കായിട്ട് പോകുന്നുണ്ട്. മേശിരി അടുത്ത് അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പണിക്ക് വരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം ഞാനും ഈ ജോസ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയായിട്ട് മാനസികമായിട്ട് ഒന്ന് ചെറിയൊരകൽച്ചയുണ്ടായി. അതിനെ തുടർന്ന് ഈ മേശിരി വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്ന്. തുടർന്ന് രണ്ടാമത് ഞാൻ മേശിരിയുടെ വിളിപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചതുകൊണ്ട് രാധാകൃഷ്ണൻ എന്നാണ് വ്യക്തിയുടെ പേര്, ആ മേശിരി വിളിച്ചതുകൊണ്ട് ആളെ കൂടെ പോവുകയും ചെയ്ത് 2-3 ദിവസം അവിടെ ജോലി ചെയ്യുകയും ഞാൻ കൂടെ ജോലി ചെയ്യുന്ന എന്നോടൊപ്പം ജോലി ചെയ്യുന്ന സുരേഷ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കല്യാണ ദിവസം രാത്രിയിൽ എന്നോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന സുരേഷ് എന്ന് പറയപ്പെടുന്ന ഒരു ചേട്ടനുമായിട്ട് കുളത്തൂപ്പുഴയുള്ള ഒരു വാക്ക് തർക്കം ഉണ്ടാകുന്നു. അതിനെ ചൊല്ലി ഞങ്ങൾ അവിടെ കശപിശയാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തൊഴിലാളികൾ ഇവിടെ വേണ്ടാന്ന് ഈ പറയപ്പെടുന്ന ജോസ് പറയുകയും അതിൻ്റെ പിറ്റേ ദിവസം ഞാനും ഈ പറയുന്ന സുരേഷ് ചേട്ടനുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ചൊല്ലി ജോസ് ഞാൻ സുരേഷ് ചേട്ടനെ കാണാൻ പോയ വഴിക്ക് അവിടെ മഴയായിരുന്നു. മഴ സമയത്ത് ജോസ് എന്ന് പറയുന്ന കോൺട്രാക്ട്. അപ്പം മഴ ആയതുകൊണ്ട് ഞാൻ ജോസും അല്ലെങ്കിൽ ബാക്കി നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്ന ആ സ്ഥലത്തോട്ട് കയറി നിന്നു. അതായത് അവിടെ ഒരു ഓഫീസ് റൂമായിട്ട് തിരിച്ചിട്ടുണ്ട്, അവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഈ ജോസ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഞാനിങ്ങനെ പൈസ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പൈസ തന്ന് പറഞ്ഞു വിടാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ മേശിരിയോടാണ് അത് പറയുന്നത്. രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് എന്നെ വിളിച്ച് എൻ്റെ മേശിരിയോടാണ് പറയുന്നത്. ആ സ്പോട്ടിൽ ഈ ജോസ് ഒന്നിപ്പോൾ. അപ്പോൾ ജോസ് എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ സൈറ്റിൽ കയറി വരുവാടാ, നീ എൻ്റെ സൈറ്റിൽ ഇറങ്ങുമെന്ന് ചോദിച്ചാണ് എന്നെ ചെവിക്ക് അടിക്കുന്നത്. കന്നം പുളക്കെ അടിക്കുന്നത്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മർദ്ദിക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം ആ വൈകുന്നേരം തന്നെ ആ രാത്രി തന്നെ എനിക്കും എന്നോടൊപ്പം വന്ന ജോലിക്കാർക്ക് 3 പേര് ശമ്പളം തരികയും ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കേസ് വഴക്ക് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനോ അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്നതല്ല. പക്ഷേ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ചെവിക്ക് എന്തോ ഒരു പ്രശ്നം, കേൾവിക്കുറവായിട്ട് തോന്നുന്നു. അങ്ങനെ സൗണ്ടുകൾ അവ്യക്തമായി വരുന്നു. ഇതിനെ ചൊല്ലി ഞാൻ എന്ത് ചെയ്ത് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയതിനോടനുബന്ധിച്ച് ചെവിക്കകം പൊട്ടി എന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ എന്നുണ്ടെങ്കിൽ വരുന്ന 90 ദിവസത്തേക്ക് സൂക്ഷിക്കണമെന്നും 90 ദിവസം വരെ യാതൊരുവിധ ജോലിക്ക് പോകാൻ പറ്റത്തില്ലെന്നും 90 ദിവസം കഴിഞ്ഞ് ഈ ഹോൾ അടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ സ്റ്റേഷൻ പരിധിയായ കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോലീസിലെ SA അടക്കമുള്ള സാറന്മാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവം നടന്ന സ്ഥലത്ത് ചെന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പരാതി കൊടുക്കേണ്ടുള്ളത്. സംഭവം നടന്നത് കർണാടകയിൽ എന്നാർപുര എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് മെൻസൂർ എന്ന് പറയപ്പെടുന്ന ഒരു മേഖലയിലാണ് നടക്കുന്നത്. എന്നാർപുരയിൽ നിന്ന് 50 രൂപ ഓട്ടോ കൂലി പോകാനുണ്ട്, 10 രൂപ മിനിമം ചാർജ്. എന്നാർപുരയിൽ നിന്ന് ബസ്സിലാണെന്നുണ്ടെങ്കിൽ 10 രൂപ മിനിമം ചാർജ്. അപ്പോൾ ഇവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത്. അത് അയാളെ പണി സൈറ്റാണ്. മെൻസൂർ എന്ന് പറയുന്നത് പണി സൈറ്റും ജോസിൻ്റെ, അതായത് അവിടുത്തെ കോൺട്രാക്ട് ജോസിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മാങ്കോടുമാണ് അയാൾക്കുള്ള സ്ഥലം. അപ്പോൾ ഈ പോലീസുകാർ, അതായത് കുണ്ട്രയിലെ സാറന്മാർ പറഞ്ഞതിൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തീർച്ചയായിട്ടും കർണാടകത്തിൽ ഈ പറയുന്ന എന്നാർപുര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്തേ പറ്റത്തുള്ളൂ. കാര്യം എനിക്ക് ഇനി തൊഴിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാനോ, ഇപ്പോൾ 10-90 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസോ അല്ലെങ്കിൽ അവർക്കുള്ള കുടുംബക്കാരോ ഒന്നും എൻ്റെ വീട്ടിൽ കൊണ്ടുവരും. ഒന്നെന്ന് പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാൻ പോലും വകയില്ലാത്തതാണ്. ഇത് എൻ്റെ വൈഫിൻ്റെ അച്ഛൻ്റെ വീടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് തങ്ങുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ തൊഴിലിന് പോയെങ്കിൽ മാത്രമേ ആ വീട്ടിലെ കാര്യങ്ങളിൽ നടക്കുള്ളൂ. 10 ദിവസം നമ്മളല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് നമ്മളെ ചിലവിന് പൈസ ഇല്ലെങ്കിൽ അവിടെയും ഒരു വൈഷമ്യമാകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴും എനിക്കുണ്ടായിട്ടുള്ളത്.
അപ്പോൾ ഇതിനെ ചൊല്ലിയുള്ള ബുദ്ധിമുട്ടുകളാണ്. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ളൊരു നിയമ നടപടി സ്വീകരിക്കാനായിട്ട് എനിക്ക് NR-പുര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്ക് സ്വയമായിട്ട് ഒരു സംരക്ഷണം ചെയ്യാനോ അല്ലെങ്കിൽ ഇത് അവർക്കുള്ള മേഖലയാണ്, അവിടെ നിൽക്കാനോ തങ്ങാനോ എനിക്കൊരു സ്വയം സുരക്ഷിതത്വം തോന്നുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കൂടുതലും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം ഈ ജോസ് എന്ന് പറഞ്ഞ ആൾ എത്ര വർഷം കൊണ്ട് ഈ കർണാടകത്തിലുണ്ട്? ജോസ് അവരെ അച്ഛൻ്റെ അപ്പൂപ്പന്മാരുടെ കാലം മുതലേ അവിടെ സ്ഥിര താമസക്കാരനാണെന്ന് പറയപ്പെടുന്നത്. പിന്നെ കേരളത്തിൽ ഓൾറെഡി അങ്കമാലിയാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവൻ അവിടുത്തെ ഒരു ഫ്രോഡ് ടീം തന്നെയാണ്. അത് കോടതിയായാലും ആ പോലീസ് സ്റ്റേഷനായിട്ട് പരിചയപ്പെട്ട് നോക്കുമ്പോഴറിയാം. കാര്യം അവിടെ തന്നെ അവരെ പഞ്ചപാണ്ഡവരെന്നാണ് അറിയപ്പെടുന്നത്. 5 ആണുങ്ങളാണുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ തിരിച്ച് അടിക്കുക, പിടിക്കുക, അല്ലെങ്കിൽ കൊല്ലുക, ഇങ്ങനെയുള്ള അക്രമാസക്തമായിട്ടുള്ളൊരു കൂട്ടം തന്നെ. ഇത് അവിടെ വ്യക്തമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരെ കേസുള്ളതാണ്. അവർ ഈ 5 ആണുങ്ങളും കൂടി ചേർന്നുകൊണ്ട് അവിടുത്തെ ഒരു കോളനി ആകെ തകർക്കുക, അതിൻ്റെ പേരിൽ ഇപ്പോഴും കേസും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് എനിക്കും അത് അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും ഇയാൾ അവിടുത്തെ വണ്ടി അവിടെ ഈ സ്ഥലത്ത് റൂട്ടിൽ സാധനങ്ങൾ സൈറ്റിൽ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടി പലപ്പോഴും എൻ്റെ തന്നു വിടുന്നത് പോലും കേസിന് പോകാൻ വേണ്ടിയിട്ടും ഉള്ള ആ സമയത്താണ് തന്നു വിടുന്നത്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് എൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. എനിക്ക് എൻ്റെ ഭാര്യയും 3 മക്കളും അല്ല, കുഞ്ഞു മക്കളാണ്, 3 മക്കളും കുഞ്ഞു പേരും. അപ്പോൾ അവരെ അല്ലെങ്കിൽ എൻ്റെ ജീവനോ അല്ലെങ്കിൽ എനിക്ക് ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടാകും എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടു. പ്രോബ്ലംസ് സൈറ്റുകളിൽ അല്ലെങ്കിൽ ആളുമായിട്ട് മാനസികമായിട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. ഇയാളെ ഞാൻ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ പിതാവിന് തുല്യമായിട്ട് അങ്ങനെ ഒരു രീതിയിൽ കണ്ടിരുന്നൊരു വ്യക്തിയാണ്. എൻ്റെ വൈഫിനെ വിളിച്ച് സംസാരിക്കുന്നു. നമ്മളെ സാമ്പത്തിക ഇല്ലായ്മയാണെന്നുള്ളത് മനസ്സിലാക്കി സാമ്പത്തികപരമായിട്ടുള്ള ചൂഷണം എൻ്റെ വൈഫുമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നമോ ഉണ്ടായിരുന്നു. ഇത് എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് തുറന്നു പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങളാണെന്നുള്ള തുറന്നു പറയുന്നുണ്ട്. അത് ഞാൻ അതേ കണക്ക് തന്നെ അവിടെയുള്ള എനിക്ക് പരിചയമുള്ളതും എനിക്ക് വിശ്വസ്തമായിട്ടുള്ള എൻ്റെ കൂട്ടുകാരടുത്തും തൊഴിലാളികളടുത്തും ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയോ ജോസ് അല്ലെങ്കിൽ ഈ കൺട്രാക്ട് എന്ന് പറയുന്നത് ജോസ് അറിയാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇയാൾ എന്നെ വ്യക്തമായിട്ട് അടിച്ചെന്നുള്ളത് എനിക്കറിയാം. കാര്യം ഇപ്പോൾ പറയുന്ന കണക്ക് ഈ ചെറിയൊരു വഴക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ 1-2 അടി നിർത്തി അല്ലെങ്കിൽ ഒരു 2 പേരെയും വിളിച്ച്, ഇപ്പം കുറ്റം ചെയ്ത 2 പേരെയും വിളിച്ചാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് അതാണ് അയാൾ ചെയ്യേണ്ടുള്ളത്. നേരെ മറിച്ച് മുൻവൈരാഗ്യം അയാളെ മനസ്സിലുള്ളതുകൊണ്ടാണ് എന്നെ മാത്രം വിളിച്ച് ഇങ്ങനെ അയാൾ ചെയ്തത്. വിളിച്ചതല്ല, ഞാൻ ആ സൈറ്റിൽ ചെന്നാണ്, എൻ്റെ സൈറ്റിൽ കയറി വന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അയാൾ അടിക്കുന്നത് തന്നെ. കാര്യം ഇയാൾ വിളിച്ചതിന് ശേഷമല്ല രണ്ടാമത് ഞാൻ പോകുന്നത്. രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ഞാൻ ആദ്യമേ കൊണ്ടുപോയ ഒരു മേശിരി എന്നെ രണ്ടാമത് വിളിക്കുമ്പോഴാണ് ഞാൻ അവിടെ പോകുന്നത്. ജോസിന് അറിയാമായിരുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന മേശിരി അവിടെ ഒരു വീട്, അയാളൊരു റൂം അന്ന് തന്നെ എൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ റൂം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളോടൊപ്പം നിൽക്കാം എന്നുള്ള രീതിയിലാണ് ഞാനും പോയത്. പക്ഷേ ഈ ജോലി ചെയ്യുന്നത് ഇയാളെ സൈറ്റിലാണ്. അപ്പോൾ സൈറ്റിലാകുമ്പോഴത്തേക്ക് ഈ ജോസിന് എപ്പോഴും വന്ന് പോയി കോൺട്രാക്ട് എന്ന് പറയുന്നത് ജോസിന് എപ്പോഴും വന്നും പോയി എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അയാൾ എന്നെ കാണുന്നുണ്ട്. പഴയ കണക്കുള്ള രീതിയിലുള്ള സഹകരണം മിണ്ടാട്ടം ഒന്നും തന്നെ ഞങ്ങൾ ഈ 4-5 ദിവസം നടന്നിട്ടില്ല എന്നുള്ളതാണ്.